ഹാപ്പിയാണ്. ഒരിക്കലും പണ്ടൊക്കെ ഇങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും അറിയില്ല ഇത്രയും വർഷങ്ങൾ വരെയൊക്കെ നിൽക്കുമോ അറിയത്തില്ല, നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. ഫൈനലി ഇങ്ങനെ ഒരു ഡേയിൽ നിൽക്കുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. നന്നായിട്ടുണ്ട്, അടിപൊളി. എന്റെ ലുക്ക് എങ്ങനെയുണ്ട്? ചേച്ചിനെ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ചേച്ചി ഇവിടെ ഇല്ല, ചേച്ചി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി അടിപൊളിയാകുമായിരുന്നു. അത് മാത്രം നല്ല മിസ് ചെയ്യുന്നുണ്ട്. ഒരു സെക്കൻഡ് മദർ ആണ്, ഓൾസോ സിസ്റ്റർ ആണ്. നമുക്ക് എന്ന് ഷെയർ ചെയ്യാൻ പറ്റും. ഈവൻ പാരന്റ്സ് അടുത്ത് പറയാത്ത കാര്യം പോലെ അവളടുത്ത് ഷെയർ ചെയ്യാൻ പറ്റും. വീട്ടിൽ പൊക്കിക്കഴിഞ്ഞപ്പോ ഞങ്ങൾ അറിഞ്ഞു. അങ്ങനെ അറിഞ്ഞ് ആദ്യം നമ്മളും പാരന്റ്സിനൊപ്പം വേണ്ട പഠിക്കുന്ന ടൈമല്ലേ എന്നൊരു സാധനമായിരുന്നു. പക്ഷെ പിന്നെയാണ് ചേട്ടനെ നമ്മൾ അറിയണേ. പിന്നെ അറിഞ്ഞു കഴിഞ്ഞപ്പോ നമ്മള് ഓക്കെ സെറ്റ്, നമ്മൾ ഫുൾ സപ്പോർട്ട്, വീട്ടില് സപ്പോർട്ട് ചെയ്യാം, സംസാരിക്കാൻ സെറ്റ് ചെയ്യാം. അങ്ങനെ ലാസ്റ്റ് ഫുൾ ഇതായി. അയ്യോ, ഈ ഒരു നിമിഷത്തിന് വേണ്ടിയല്ലേ കാത്തിരുന്നത്? ഇന്നത്തെ ദിവസത്തിന് വേണ്ടി കാത്തിരുന്നു. 14 കൊല്ലം നമ്മൾ കാത്തിരുന്നു ഈ ഒരു നിമിഷത്തിന് വേണ്ടിയാ. വിഷമമുണ്ട്, കെട്ടുപോലെ. ഞങ്ങൾക്ക് വലിയ താല്പര്യമൊന്നുമില്ല, ചേട്ടനായതുകൊണ്ട് ഞങ്ങൾ അങ്ങ് സമ്മതിച്ചു കൊടുത്തു. അവളുടെ ലൈഫിലെ ഭയങ്കര ഒരു ബിഗ് പാർട്ട് എടുത്ത് വെക്കാൻ പോവാ. എനിക്കിപ്പോഴും അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം ഇത്രയും ചെറുപ്പത്തിൽ തൊട്ട് ഒരുമിച്ച് ഇങ്ങനെ വളർന്നു വന്നിട്ട് പെട്ടെന്നൊരു കല്യാണത്തിലേക്കൊക്കെ വരിക എന്ന് പറയുമ്പോൾ അതെനിക്ക് സ്റ്റിൽ ഭയങ്കര ഭയങ്കര വണ്ടറാണ്. പക്ഷെ ഐ എം റിയലി ഹാപ്പി ഫോർ ഹെർ ആൻഡ് ഐ എം റിയലി പ്രൗഡ് ഓഫ് ഹെർ. ഐ ജസ്റ്റ് വാണ്ട് ടു വിഷ് ഹെർ ഓൾ ദി ബെസ്റ്റ് ഇൻ ഹെർ ലൈഫ് ആൻഡ് രണ്ടുപേർക്കും ഭയങ്കര ഹാപ്പി മാരീഡ് ലൈഫ് വിഷ് ചെയ്യുന്നു. ഞാൻ എന്ത് ചെയ്താലും നമ്മളത് അക്സെപ്റ്റ് ചെയ്യും, എന്നെ ഫ്രീ ആയിട്ട് വിടും. അതാണ് എനിക്ക് പോസിറ്റീവായിട്ട് തോന്നിയ മെയിൻ സംഭവം അതാണ്. ഹസ്ബൻഡ് മരണം വരെ ഞാൻ കൂടെ ഉണ്ടാവും. എന്റെ മരണം വരെ, നിന്റെ മരണം വരെ. എനിക്ക് അതൊക്കെ തന്നെ പറയാനുള്ളൂ. ഐ വിൽ ബി ദേർ ഫോർ എവർ.